നമ്മൾ തഖ്വയോടുകൂടെ ജീവിക്കുകയും ആ തഖ്വയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. സമാധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുക, വിദ്യാഭ്യാസം ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മുടെ പദ്ധതികളുമായി, നമ്മുടെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് നീങ്ങുക. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിത സഭ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഉറച്ചു നിന്ന് നമ്മൾ മുന്നോട്ട് നീങ്ങും. മഹാന്മാരായ ആലിമീങ്ങൾ വളരെ കഠിനാധ്വാനം ചെയ്ത് വളർത്തിയതാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഞാൻ 2 ദിവസം മുമ്പ് UAE-യിലുള്ളപ്പോ ഒരാള് ഒരു വാട്സപ്പിൽ ഒരു ലേഖനം അയച്ചു തന്നു. വായിച്ചു നോക്കുമ്പോ ഒരു നൂർഷാ തരീഖത്തുകാരന്റെ ആണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. അദ്ദേഹം അതിൽ പറയുന്നത് വേറൊരു സംഗതിയാണ്. അതായത് അതിൽ പറയുന്നത് ഒരു വലിയ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച അത് നൂറിശയുടെ സമസ്തക്കാര് തട്ടിയെടുത്തതാണ് എന്നാണ് അതിൽ അദ്ദേഹം പറയുന്നത്. ചെറുപ്പക്കാരായ ആളുകൾ ഈ വാട്സപ്പിലും മറ്റുമായി പലതും എഴുതി വിടുകയും പ്രസംഗിച്ചു വിടുകയും ചെയ്യുമ്പോ അതൊക്കെ ശരിയാണെന്ന് തെറ്റിദ്ധരിച്ചു പോകരുത്. അതിലൊരു ചോദ്യം കൂടിയുണ്ട്. നൂർഷാ തരീഖത്ത് തെറ്റാണെന്ന് കൊല്ലങ്ങളോളം കഴിഞ്ഞിട്ടല്ലേ സമസ്തക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് പിന്നെന്ത് സമസ്തയാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ വിവരക്കേടാണ്. 1954 കാലത്ത് തലശ്ശേരിയിൽ നൂർഷാ തരീഖത്തിന്റെ ഒരു തരീഖത്ത് സമ്മേളനം. അതിന്റെ വലിയ സംഘാടകർ ഒന്ന് കുഞ്ഞറമുട്ടി മുസ്ലിയാർ നബറല്ലാഹു മർഖദഹു, വലിയ ആലിമായിരുന്നു. നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് സെക്രട്ടറി AK അബ്ദുൽ ഹമീദ് സാഹിബിന്റെ പിതാവിന്റെ സഹോദരനാണ്. പഴയകാല സമസ്തയുടെ മെമ്പറാണ്. ബഹുമാനപ്പെട്ട ഒരു തലശ്ശേരി മുദരിസാണ്. മറ്റൊന്ന് KK അബ്ദുള്ള മുസ്ലിയാർ. അദ്ദേഹം തലശ്ശേരിയിലെ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ നെടുന്തൂണാണ്. രണ്ടുപേരും നൂർഷായുടെ കീഴിലുള്ള തരീഖത്ത് സമ്മേളനത്തിന് ക്ഷണിക്കാൻ മഹാനായ ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവരുടെ വീട്ടിലേക്ക് ചൊക്ലിയിലേക്ക് പോയി. ഖുതുബി തങ്ങളോട് വിവരം പറഞ്ഞു, തരീഖത്ത് സമ്മേളനം അവിടുന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. അപ്പൊ ഖുതുബി തങ്ങളെ മറുപടി എന്താണോ നിങ്ങൾ പറഞ്ഞത്? കുഞ്ഞറമുട്ടി മുസ്ലിയാർ ശിഷ്യനും കൂടിയാണ്. നിങ്ങളെന്താ പറഞ്ഞത്? തരീഖത്ത് സമ്മേളനം ഇത് ബിസിനസ്സാ? സമ്മേളനം നടത്തി പ്രചരിപ്പിക്കേണ്ട സംഗതിയാണോ തരീഖത്ത്? ഇത് ബിസിനസ്സാ? ഇത് കച്ചവടമാ? കച്ചവട പരിപാടിയല്ല തരീഖത്ത് എന്ന് പറഞ്ഞ് നിങ്ങൾ അതിന് ക്ഷണിക്കാനാണോ എന്റെ അടുക്കൽ വന്നത് എന്ന് പറഞ്ഞ് അവരെ നിരുത്സാഹപ്പെടുത്തിയപ്പോ മഹാനായ ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ അവറുകൾ വന്ന കാലത്ത് തന്നെ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കി അവരെ ബോധ്യപ്പെടുത്തി. പക്ഷേ അവര് കുടുങ്ങി. കാരണം സമ്മേളനമൊക്കെ നിശ്ചയിച്ച് കഴിഞ്ഞു പോയതാണ്. എല്ലാ പ്രചരണവും കഴിഞ്ഞതാണ്. എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകാതെ ഖുതുബി തങ്ങൾ പങ്കെടുക്കാത്ത സമ്മേളനമാണെങ്കിൽ പിന്നെ ആലിമീങ്ങളൊന്നും വരികയില്ല. എന്ത് ചെയ്യും? അപ്പൊ ഒരു കുടുക്ക് കുടുങ്ങി. കുട്ടിയസ് നാജി എന്ന് പറഞ്ഞ ഒരാളുണ്ടായി. കുട്ടിയസ് നാജി എന്ന പഴയകാലത്ത് നമ്മളെ സജീവ പ്രവർത്തന പിന്നെ നൂർഷയിലേക്ക് പോയാണ്. ആ കുട്ടിയസ് നാജി പറഞ്ഞു, മൗദൂദിയെ വെല്ലുവിളിച്ചിട്ടുണ്ട്, അബുൽ അല മൗദൂദിയെ വെല്ലുവിളിച്ചിട്ടുണ്ട് നൂർഷ തലശ്ശേരി സമ്മേളനത്തിൽ സംവാദത്തിൽ. അപ്പൊ ആ സമ്മേളനം നടന്നില്ലെങ്കിൽ മൗദൂദികൾ ഇവിടെ തഴച്ചു വളരും, ജമാഅത്ത് ഇസ്ലാമി വളരും, അങ്ങനൊക്കെ വലിയ പ്രശ്നമുണ്ട്. അങ്ങനെ പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് ഇവര് രണ്ടുപേരും അഹമ്മദ് ഹാജിയുടെ സമീപത്തേക്ക് വന്നു. എലത്തൂർ അഹമ്മദ് ഹാജി അന്ന് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകനാണ്. വലിയ ഒരു അമീർമാരിൽ ഉമറാക്കൽപ്പെട്ട ആളാണ്. അവിടെ വന്ന് വിഷയം അവതരിപ്പിച്ചു. അപ്പോൾ അഹമ്മദ് ഹാജി ബഹുമാനപ്പെട്ട മർഹൂം EK അബൂബക്കർ മുസ്ലിയാരെ സമീപത്ത് EK അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ച് ഈ സമ്മേളനം നടന്നില്ലെങ്കിലുള്ള കുഴപ്പവും ഇവിടെ മൗദൂദികൾ വളരുമെന്ന വിഷയവും ഒക്കെ പറഞ്ഞപ്പോ EK പറഞ്ഞു, ഞാൻ വരാന്നു. സമ്മേളനത്തിന് കയറുന്നതിന് മുമ്പ് മാത്തോട്ടം മുഹമ്മദ് കോയ സാഹിബിനോട് 2 പ്രമേയം എഴുതാൻ പറഞ്ഞു. അതിലൊരു പ്രമേയം പെരിന്തൽമണ്ണയിൽ കുതുബിത്തങ്ങളടക്കമുള്ള
അഹ്മദ് കോയ സാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹിം തുടങ്ങിയുള്ള മഹാന്മാര് ഇരുന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളുമായി വിവാഹം പാടില്ല, തുറന്ന് നിസ്കരിക്കാൻ പാടില്ല, അവർക്ക് സലാം പറയണ്ട, മറക്കണ്ട എന്നൊക്കെ പറഞ്ഞ് 1952 കാലത്ത് അല്ലെങ്കിൽ 58 കാലത്ത് ഞാനിപ്പോൾ ഓർക്കുകയാണ് ആ ഒരു പ്രമേയം. അന്നത്തെ ആ പ്രമേയം ഈ തിർക്കുൽ മുവാലാത്തിന്റെ പ്രമേയം ഈ യോഗത്തിൽ വായിക്കണം. ഒന്ന്. രണ്ടാമത്തത്, സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് വെച്ച ഒരു നിബന്ധനയാണ് വേലൂർ ബാഖിയാത്ത് പോലുള്ള ഒരു ഉന്നദ്യാലയം മലബാറിൽ സ്ഥാപിക്കണം. ഈ 2 പ്രമേയം അവിടെ വായിച്ച് പാസാക്കണം. ആ 2 പ്രമേയവും അവിടെ വായിച്ചു. മുഹമ്മദ് കോയ എഴുതി, അത് ഹാജിന്റെ കയ്യിൽ കൊടുത്ത് അത് നൂറിശക്ക് വായിച്ച് കേൾപ്പിച്ച് അത് വായിക്കാം എന്ന് അദ്ദേഹം ഏറ്റ്. എന്നിട്ട് ആ യോഗത്തിൽ അത് 2ഉം വായിച്ചു. പക്ഷേ സ്ഥാപനം സ്ഥാപിക്കുന്നതിന്റെ പ്രമേയം വായിച്ചത് നൂറിശ തന്നെയാണ് പ്രഖ്യാപിച്ചത്. അന്ന് നൂറിശ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു, സ്ഥാപിക്കുന്ന സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ EK അബൂബക്കർ മുസ്ലിയാരായിരിക്കും എന്ന് പ്രഖ്യാപിച്ചു. അവിടെ വയനാട്ടുകാരനായ ഒരാൾ 5 ഏക്കർ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞു. അവിടത്തേക്ക് ട്രെയിന് പോകാൻ സൗകര്യമില്ല, കാലാവസ്ഥയും ഗുണകരമല്ല. അങ്ങനെ പറഞ്ഞപ്പോഴാണ് കൽക്കത്ത ബാപ്പു ഹാജി ഇവിടെ പെരിന്തൽമണ്ണക്കടുത്ത് സ്ഥലം കൊടുക്കാമെന്ന് ആ സ്റ്റേജിൽ കയറി പറഞ്ഞത്. അങ്ങനെയാണ് വാസ്തവത്തിൽ ആ ജാമിയ ഉണ്ടായത്. ഞാനിത് പറഞ്ഞു വന്നത്, അത് EK അബൂബക്കർ മുസ്ലിയാരാണ് അതിന് ആവശ്യമായ ആസൂത്രണം നടത്തി അത് പ്രമേയം ആക്കി പറയിപ്പിച്ചത് EK അബൂബക്കർ മുസ്ലിയാരാണ്. അതാരും വ്യാജ തരീഖത്തുകാര് ഞങ്ങളതാണെന്നൊന്നും പറയണ്ട. പിന്നെ ഉണ്ടായ സംഭവങ്ങൾ പലതും ഉണ്ട്, അതൊക്കെ ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ, മഹാനായ ശംസുൽ ഉലമാ ഖുതുബി മുഹമ്മദ് മുസ്ലിയാരെ പോലുള്ള, ചാലിയത്ത് അഹ്മദ് കോയ തങ്ങളെ പോലുള്ള, കുഞ്ഞലവി മുസ്ലിയാരെ പോലുള്ള, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലുള്ള, വരക്കൽ മുല്ലക്കോയ തങ്ങളെ പോലുള്ള, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാരെ പോലുള്ള ഒരുപാട് വലിയ വലിയ പണ്ഡിതന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുൻഗാമികളായി കഴിഞ്ഞുപോയിട്ടുണ്ട്. അല്ലാഹു അവരുടെ എല്ലാം ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ. അവരന്ന് പഠിപ്പിച്ച അതേ ആശയം മുറുകെ പിടിച്ചുകൊണ്ട് അവര് കൈമാറിയ പതാകയുമായി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനവുമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണ്. അതിന്റെ ഭാഗമാണ് ഈ സ്ഥാപനമടക്കം കേരളത്തിലുള്ള 100 കണക്കിന് സ്ഥാപനങ്ങളും 100 കണക്കിന് പ്രവർത്തനങ്ങളും. അതിലൊരൽപ്പവും പിന്നോട്ട് പോകാതെ മുന്നോട്ട് എടുത്തു വെച്ച കാല് അതേ ഇനിയും മുന്നോട്ട് എന്ന നിലക്ക് വേറെയുള്ള വിമർശനങ്ങളോ ചോദ്യങ്ങളോ അല്ലെങ്കിൽ മറ്റു വാഗ്വാദങ്ങളോ ഒന്നും തിരിഞ്ഞു നോക്കാതെ മഹാനായ സുൽത്താനുൽ ഉലമ അല്ലാഹു തആല അവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. അവിടുന്ന് പ്രഖ്യാപിച്ചതുപോലെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ സജീവമായി മുന്നോട്ട് നീങ്ങണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ഥാപനം നാൾക്ക് നാൾ അഭിവൃദ്ധിപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് തങ്ങളവറുകൾക്കും സുൽത്താനുൽ ഉലമക്കും റഈസുൽ ഉലമക്കും മുഹീസുന്നക്കും അതുപോലെ താജുൽ ഫുഖഹായിനും അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ എല്ലാ ആലിമീങ്ങൾക്കും നമ്മെ നയിക്കുന്ന എല്ലാ പണ്ഡിതന്മാർക്കും താജുൽ മുഹഖഖീൻ കോട്ടൂർ ഉസ്താദ് അവറുകൾ എല്ലാവർക്കും ബഹുമാനപ്പെട്ട കൊമ്പം ഉസ്താദ് അവറുകൾ എല്ലാവർക്കും അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് ആഫിയത്തും തൗഫീഖും നമുക്കും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. എല്ലാവരോടും ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഞാനിവിടെ വന്നപ്പോൾ ഒരാൾ 25,000 റുപ്യ സിറാജുൽ ഹുദയിലേക്ക് നേർച്ച തന്നു, വേറെയും പലരും തന്നു. അല്ലാഹു ആര് എന്ത് ഉദ്ദേശം വെച്ച് നമ്മുടെ ദീനീ സ്ഥാപനങ്ങളിലേക്ക് നേർച്ച ചെയ്തോ അതിന്റെ ഫലങ്ങൾ അല്ലാഹു നൽകുമാറാകട്ടെ. നമുക്കെല്ലാം അല്ലാഹുവിന്റെ ദീനിന് ഇഖ്ലാസോടെ ഖിദ്മ ചെയ്യാൻ അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും ഹിമ്മത്തും ആരോഗ്യവും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഞാൻ വീട്ടിൽ നിന്ന് പോന്നിട്ട് 10-15 ദിവസമായി. കാസർഗോഡ് കർണാടക ഭാഗത്തൊക്കെ ഇങ്ങനെ പോയി സമ്മേളനം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം സമ്മേളനത്തിന് പോയി, അവിടുന്ന് പിന്നെ UAE പോയി, അങ്ങനെ UAE ഇങ്ങനെ വന്ന് ഇപ്പൊ ഇവിടെ സമ്മേളനത്തിൽ വന്ന് നാളെ രാവിലെ നമുക്ക് 100 മണി വേറെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരോടും സംഭവം ചോദിച്ച് പോകും. എല്ലാവരും എനിക്ക് ദുആ ചെയ്യണം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.